ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി പായസമാണ്. അതിന് നമുക്ക് പച്ചരി 2 വിസിൽ വരെ കുക്കറിലിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മുഴുവൻ നാളികേരം എടുത്തിട്ട് ചെരുകിയെടുക്കാം. നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പച്ചരിയുടെ. അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കണം. മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാം. ശർക്കരപ്പാനി അരിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതിൽ. അത് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. നന്നായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ചോറ് മോരയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി നമ്മളെ സഹായിക്കും ശർക്കരപ്പാനി ഇട്ട് ഇളക്കണത്. വല്ലാണ്ട് വെന്ത് പോയി കഴിഞ്ഞാൽ പായസം ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഇട്ടിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാം. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അരി കറക്റ്റ് പാകമായിക്കോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാം. നമുക്ക് ഇത് 2-ാം പാലാണ് ഒഴിക്കുന്നത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ശർക്കര ആയതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കുകയും. ഇതിലേക്ക് നെയ്യും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം. നല്ല ജീരകവും, പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായ എടുത്തിട്ട് പഞ്ചസാര കൂട്ടി അടിക്കാം. അപ്പം പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. ആ പൊടി നമുക്കിതിലേക്ക് 1-ാം പാലിൻ്റെ ഒപ്പം, 1-ാം പാലല്ല തെമ്പാലിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. തെമ്പാലും ഈ പൊടിയും കൂടി ഒരുമിച്ച് ചേർക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നാളികേരക്കൊത്ത് വറുത്തിടാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് നാളികേരക്കൊത്ത് വറുത്തിടാണ്. അതിനൊരു വേറെ ടേസ്റ്റാണ് കടിക്കുമ്പോൾ. പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.